അല്ല, ഇതിൽ നമുക്ക് നേരത്തെ തന്നെ അറിയാം, കേരളത്തിലെ പോലീസ് സംവിധാനം ആകെ മോശമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, നിങ്ങൾക്കും പറയാൻ വേണ്ടി പറ്റില്ല. നിങ്ങളിൽ പലരും ചൂരൽമല ദുരന്തത്തിനുണ്ടായവരാണ്. എങ്ങനെയാണ് കേരളത്തിലെ പോലീസ് അതിൽ ആക്ട് ചെയ്തതെന്ന് നമുക്കറിയാം. മുമ്പ് ഇടതുപക്ഷ സർക്കാർ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു കേരളത്തിലെ പോലീസിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്കറിയാം. 2016 മുമ്പ് വർഗീയ കലാപങ്ങൾക്ക് കക്ഷി ചേരുന്നവരായിരുന്നു കേരളത്തിലെ പോലീസ്. അതുപോലെ തന്നെ പല പ്രവർത്തികളുടെയും ഇടനിലക്കാരായി പോലീസ് പ്രവർത്തിച്ചിരുന്നു. 2016 LDF സർക്കാർ വന്നതിന് ശേഷം LDFിൻ്റെ നയം നടപ്പിലാക്കി ജനകീയ പോലീസ് സംവിധാനം കൊണ്ടുവരുന്ന നിലപാടുണ്ടായി. ആ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. പല ഘട്ടങ്ങളിലും പൊതു അംഗീകാരം കേരള പോലീസിനുണ്ടായിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പുഴുക്കുത്തുണ്ടെങ്കിൽ അതിൽ കർക്കശ നിലപാട് സ്വീകരിച്ചു പോകും. പാർട്ടി സെക്രട്ടറി സഖാവ് ഗോവിന്ദമാഷും പറഞ്ഞിട്ടുണ്ട്, ഇത് ഇടതുപക്ഷ സർക്കാരാണ്, തെറ്റാര് ചെയ്താലും ആ തെറ്റിനോട് കോംപ്രമൈസ് ചെയ്യില്ല, ഒരു തരത്തിലുള്ള സംരക്ഷണം ഉണ്ടാവില്ല. തെറ്റിനോട് ഒരു തരത്തിലുമുള്ള സംരക്ഷണം നൽകുന്ന സർക്കാരല്ല LDF സർക്കാർ. തെറ്റിനെ ശരിയായ അർത്ഥത്തിൽ വിലയിരുത്തി ഗവൺമെൻറ് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന മുന്നണിയാണ് LDF. പഴയ UDF ഭരണകാലത്തുള്ള പോലീസിൻ്റെ അവസ്ഥയും ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം വർഗീയ കലാപങ്ങളില്ലാത്ത നാടായി കേരളം മാറുന്നതിൽ പോലീസ് സേന വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ദുരന്തങ്ങളിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ട്. ജനങ്ങൾക്ക് എപ്പോഴും പോലീസിനെ സമീപിക്കാൻ പറ്റുന്ന നിലപാടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പുഴുക്കുത്തുണ്ടെങ്കിൽ അതിന് ഒരു തരത്തിലും വെച്ചു പൊറപ്പിക്കുന്ന നിലപാടുണ്ടാകില്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞതുപോലെ തെറ്റാര് ചെയ്താലും തെറ്റിനോട് ഒരു തരത്തിലും സന്ധി ചെയ്യുന്ന നിലപാടല്ല ഇടതുപക്ഷം കൈക്കൊള്ളുക. ഉപ്പ് ആര് തിന്നാലും വെള്ളം കുടിച്ചിരിക്കും.